CPM തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയായി വി ജോയിയെ തിരിച്ചുകൊണ്ടുവന്നതിൽ കടുത്ത അതൃപ്തി പ്രകടമാക്കി വി ശിവൻകുട്ടി. ജില്ലാ കമ്മിറ്റി സെക്രട്ടേറിയറ്റ് യോഗങ്ങളിൽ വി ശിവൻകുട്ടി പങ്കെടുത്തില്ല. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വി ജോയ് മത്സരിച്ചതിനെ തുടർന്ന് ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല എ റഹീമിന് നൽകിയിരുന്നു. പാർലമെന്ററി രംഗത്ത് പ്രവർത്തിക്കുന്നവരെ പാർട്ടി നേതൃസ്ഥാനത്തിലേക്ക് നിയോഗിക്കരുതെന്നായിരുന്നു CPMന്റെ ലിഖിതമായ തീരുമാനം. ഇത് മറികടന്നാണ് 2 തവണ വി ജോയിയെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാക്കിയത്. അന്നു മുതൽ തിരുവനന്തപുരത്ത് CPMൽ അതൃപ്തിയുണ്ട്. ഇത്തവണ വീണ്ടും ജോയ് വർക്കലയിൽ മത്സരത്തിനിറങ്ങിയതോടെ ജില്ലാ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല എ റഹീമിന് നൽകി. വർക്കലയിൽ വീണ്ടും വി ജോയ് ജയിച്ചതോടെ പാർട്ടിക്ക് പൂർണ്ണസമയ ജില്ലാ സെക്രട്ടറി വേണമെന്ന ആവശ്യമുയർന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം AKG സെന്ററിൽ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വിളിച്ച സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറിയാക്കാൻ തീരുമാനമെടുത്തു. ഇതോടെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ അതൃപ്തി പ്രകടമാക്കി രംഗത്തെത്തിയത്. ജില്ലാ സെക്രട്ടറിയെ തീരുമാനിക്കുന്നതിനും സംസ്ഥാന കമ്മിറ്റി തയ്യാറാക്കിയ തിരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ റിപ്പോർട്ട് ചർച്ച ചെയ്യാനുമായാണ് ജില്ലാ നേതൃയോഗം ഇന്ന് വിളിച്ചു ചേർത്തത്. ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി യോഗങ്ങളിൽ നിന്ന് അതൃപ്തി പ്രകടമാക്കി വി ശിവൻകുട്ടി വിട്ടുനിന്നു. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കുന്ന യോഗത്തിൽ നിന്നാണ് ശിവൻകുട്ടിയുടെ വിട്ടുനിൽക്കൽ. വി ജോയിയെ വീണ്ടും ജില്ലാ സെക്രട്ടറിയാക്കുന്നതിൽ ജില്ലയിലെ കടകംപള്ളി സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾക്കും അതൃപ്തിയുണ്ട്. ശിവൻകുട്ടിയെ വീണ്ടും ജില്ലാ സെക്രട്ടറി ആക്കണമെന്ന അഭിപ്രായം ചില നേതാക്കൾക്കുണ്ട്. പുതിയ ആളുകളെ കൊണ്ടുവരണമെന്ന നിലപാടും ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. എതിർപ്പുകൾ മറികടന്ന് ജോയിയെ തന്നെ ജില്ലാ സെക്രട്ടറിയായി തീരുമാനിക്കുമെന്നാണ് സൂചന. മീഡിയ 1 തിരുവനന്തപുരം.